ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അനുയായികളോട് പറഞ്ഞു കൊടുക്കുക, ഈ ഒരു സ്വഭാവം കൊണ്ട് നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, നിങ്ങളുടെ കലിമ നഷ്ടപ്പെട്ടു പോകും. ഒരു അറാബിയായ മനുഷ്യൻ ആരംഭ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, എനിക്ക് ഫർദ് നമസ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ റസൂലേ, എനിക്ക് അമലുകൾ കുറവാണ് നബിയേ, സുന്നത്ത് നമസ്കാരങ്ങൾ കുറവാണ്, ദിക്റുകൾ കുറവാണ്, അത്രത്തോളം കഷ്ടപ്പെട്ട ജോലിയാ തങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നാളെ പരലോകത്ത് മരിച്ചു വരുമ്പോ ആരുടെ കൂടെ ആയിരിക്കും റസൂലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നീ എന്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ നീ എന്റെ കൂടെയാണ്. ഒരുപാട് സുന്നത്തുകളൊന്നും വേണ്ട, ഒരുപാട് ദിക്റുകളും വേണ്ട. നിങ്ങൾ പറയും ഇത്രയും പറഞ്ഞതൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല, ശരി, അവിടെ നിർത്തിക്കോ. രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പുന്നാര ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്താമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത മഈ, നീ എന്റെ കൂടെയാണ് സ്വർഗത്തിൽ. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു പാവപ്പെട്ടവനാണ്, ഫർദ് നമസ്കാരങ്ങൾ മാത്രമാണ് കൂടുതൽ ചെയ്യുന്നത്, ബാക്കിയുള്ള അമലുകൾ എനിക്ക് കുറവാണ്. പക്ഷെ എന്റെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ മരിച്ചാൽ ആരോടൊപ്പമാണ് വരുന്നതെന്ന് എനിക്കൊന്ന് വിശദീകരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, രണ്ട് കാര്യം നീ ശ്രദ്ധിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ട് കാര്യമെന്ന് പറഞ്ഞപ്പോ അത് ഏതാണെന്ന് ചോദിക്കുകയാണ്. അവിടെ നിന്ന് മറുപടി പറയുന്നു, അൽ-ലിസാൻ, ഒന്ന് നിന്റെ നാവാണ്, ഒന്ന് നിന്റെ നാവാണ്. ആ നാവ് കൊണ്ടാരെയും കരയിപ്പിക്കാതെ, സങ്കടപ്പെടുത്താതെ, ഏഷണി പറയാതെ, ഭീഷണിപ്പെടുത്താതെ ജീവിക്കുക. രണ്ട്, അൽ ഐനു, ഹറാം കാണാത്ത കണ്ണുകളാണ്. നാവും കണ്ണും നീ ശ്രദ്ധിച്ചാൽ, സൂക്ഷിച്ചാൽ, അല്ലാഹുവിന്റെ ലോകത്ത് നിനക്ക് വലിയ പുണ്യം കിട്ടും. നീ എന്നോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വരുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകളെ മുഴുവനും ഇത് നശിപ്പിച്ച് കളയുന്നതാണ്. ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മുടെ ഇബാദത്തുകളെ നഷ്ടപ്പെടുത്തി കളയരുത്. ഒരിക്കലും നമ്മുടെ അമലുകളെ ചെയ്യുന്നതെങ്കിലും നമുക്ക് അല്ലാഹുവിന്റെ ലോകത്ത് കൂലി കിട്ടുന്നതാവണം. ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യുന്നതല്ല, ചെയ്യുന്നതെങ്കിലും പടച്ചോന്റെ ലോകത്ത് നമുക്ക് കൂലി കിട്ടുന്നതാവണം. അതാണ് മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ പെട്ടെന്ന് കേറി വരികയാണ്. ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു തൂവാല കൊണ്ട് ഖുർആൻ ഇങ്ങനെ മൂടി വെച്ചു. ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു എന്ന് അറിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ ഒരാൾ വന്നു. നമ്മളാണെങ്കിലോ ബെല്ലടിക്കുമ്പോ നമ്മൾ ഖുർആൻ ഇങ്ങനെ വെച്ചിട്ട് ആ ഖുർആൻ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ പോകും. ഡോറ് തുറക്കാൻ വേണ്ടി പോവാ. നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു എന്ന് വന്നവരെ അറിയിക്കാനുള്ള ഒരു താല്പര്യമാണ്. തസ്ബീഹ് മാല കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ ആരെയെല്ലാം കാണിക്കുന്നു. ദിക്ർ ചൊൽ. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിൽ കരുതാതെ കണ്ടുപോകുന്നതാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ കാണുന്നതോടുകൂടി കഴിഞ്ഞു. ആ അമലിന്റെ കൂലി അവരെ കണ്ടു, അതോടുകൂടി കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്നത് കുറവാണ്. ഇതിന് നമുക്ക് അള്ളാഹുവിന്റെ ലോകത്ത് കിട്ടണം, ഗുണം കിട്ടണം, കൂലി കിട്ടണം. അപ്പൊ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കാണാൻ വന്നു. പെട്ടെന്നൊരു ടവൽ കൊണ്ട് എന്ത് ചെയ്തു, ഖുർആൻ ഇങ്ങനെ മറച്ചു വെച്ചു. ഓതിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കേണ്ട. നമ്മളിപ്പോ ഒരു ജുസു ഇന്ന് ഓതിയാൽ നാളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ബഹളാണ്. ഞാൻ അങ്ങനെ ഓതി, ഇങ്ങനെ ഓതി, അർ-റഹ്മാൻ ഓതിയപ്പോ എനിക്ക് ക്ഷീണം വന്നു, സലാത്തില്ലപ്പോ തല കറങ്ങി, അതൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. ഇത് നമ്മുടെ സ്വഭാവമാണ്. ഇതിന് മാറ്റം ഉണ്ടാവണം. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ, അതിന് നമുക്ക് അള്ളാഹുവിന്റെ ലോകത്ത് വലിയ കൂലി ഉണ്ടാവണം. ഇഴ പൊട്ടിയ മണി വീണ പോൽ ദുനിയാവിൽ ഞാൻ കഴിഞ്ഞു. ഇഴ പൊട്ടിയ മണി വീണ പോൽ ദുനിയാവിൽ ഞാൻ കഴിഞ്ഞു. ഇരുളകറ്റി കരകയറ്റാൻ മനസ്സുനൊന്ത് പറഞ്ഞ് ഇണഞ്ഞ പാപം
സകലതും നീ പൊറുത്തിട്ടെന്നെ തുണയ്ക്ക്. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നത് ആരും അറിയണമെന്നില്ല. നിന്റെ പാപങ്ങളെ എണ്ണി എണ്ണി പടച്ചവന്റെ തൗബയുടെ പടിവാതിലിന്റെ മുമ്പിൽ വന്ന് തേങ്ങി തേങ്ങി കരയുന്നത് എല്ലാവരും അറിയണമെന്നില്ല. അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് തൗബ ചെയ്ത് നമുക്കും മടങ്ങാം. എന്നിട്ട് ഈമാനോടെ കലിമ പറഞ്ഞെന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മരിക്കാം. ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചെയ്യുന്ന അമൽ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പടച്ചവനിലേക്ക് ദുആ ചെയ്യണോ, അത് ജനങ്ങളെ മുഴുവനും കൊട്ടി അറിയിച്ചിട്ട് അതിന്റെ അമലിന്റെ ഗുണം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാ, അതുകൊണ്ട് പരസ്യമായ അമലിനേക്കാളും കൂടുതൽ രഹസ്യമായ അമൽ നിങ്ങൾ ചെയ്യണേ എന്ന് മുത്തു റസൂലിന്റെ ആ വാക്ക് കടമെടുത്തുകൊണ്ട് ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് എന്റെ പ്രിയപ്പെട്ട വടുതലക്കാരുടെ നെഞ്ചിൽ പതിഞ്ഞിരിക്കട്ടെ. മൻ ലഇബ ഫീ ഉംരിഹി, ആരെങ്കിലും അവരുടെ ആയുസ് കൊണ്ട് കളിച്ചാൽ ലയ്യാമ ഹർസിഹി, നാളെ പരലോകത്ത് പ്രതിഫലമെടുക്കുന്ന ദിവസത്തെ അവൻ നശിപ്പിച്ച് കളഞ്ഞവനായി. ആയുസ് കൊണ്ട് കളിക്കാൻ പരമാവധി ഇബ്ലീസ് ശ്രമിക്കുക. ഇപ്പൊ പുതിയ ഒരു പരിപാടിയാണ് ഈ SSLC കൂട്ടായ്മ. വലിയ പ്രശ്നമാണ് സംഭവം. പണ്ട് പഠിച്ച സ്കൂളില് അതിനെന്താ പറയാ, റീയൂണിയൻ. എല്ലാവർക്കും വലിയ എനർജി തരുന്ന പരിപാടിയാണ്. പണ്ട് പഠിച്ച വടുതലയിലെ സ്കൂളിൽ 50 വയസ്സായ ഉപ്പാപ്പായും ഉമ്മാമായും പഴയ ഫ്രണ്ടിന്റെ കൂടെ ഒരു ദിവസം കൂടി ഇരിക്കുകയാണ്. അപ്പൊ പഴയ ടീച്ചർ വടിയൊക്കെ കുത്തി വരും. അവരെയൊക്കെ ഒന്ന് കണ്ട് സന്തോഷമൊക്കെ പുതുക്കി, പണ്ട് പുറകെ നടന്ന് എത്ര ലൈൻ അടിച്ചിട്ടും വല വീഴാത്ത പപ്പിനിയും പത്മിനിയും പാത്തിമായൊക്കെ അന്ന് കാണും. ഉപ്പാപ്പാര് നമ്പരൊക്കെ കൊടുക്കും. പിന്നെ വീട്ടിൽ വന്ന് കട്ടയ്ക്ക് ചാറ്റിങ്ങാണ്. SSLC കൂട്ടായ്മ കൊണ്ടുള്ള ഗുണം ഉപ്പാപ്പവരൊക്കെ ചെറുപ്പക്കാരായി എന്നതാണ്. ഒരുപാട് സ്ഥലത്തുണ്ട്. പിന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മ, അതിന്റെ കൂട്ടത്തിൽ കുറെ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. അപ്പൊ ഇതങ്ങോട്ട് മറഞ്ഞു പോവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയാണ് ചിലപ്പോൾ തോന്നുന്നത്. വളരെ ശ്രദ്ധിക്കണം സഹോദരങ്ങൾ. അവസാന ഘട്ടത്തിലാണ് ചിലപ്പോ മരിക്കുന്നതിനും ഒരു 2 കൊല്ലം മുമ്പ് കിട്ടുന്ന ഒരു കൂട്ടായ്മയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് സംസാരിച്ച് ഒന്ന് ചുറ്റി നടന്നാൽ ഒരു സന്തോഷം കിട്ടുന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ അത് വൻ അപകടത്തിലേക്ക് അവസാന അല്ലാഹുമ്മ അഹ്സിൻ ആഖിബത്തനാണ്. അന്ത്യം നന്നാവണമെന്ന എല്ലാ കാര്യത്തിന്റെ അത് മോശമാകാനുള്ള എൻഡിങ് മോശമാകാനുള്ള ഒരു പോക്കായിരിക്കും. അല്ലാഹുവേ നീ കാക്കണേ പടച്ചവനെ. അതുകൊണ്ട് ഒരിക്കലും അവസാന ഘട്ടമാകുമ്പോ തെറ്റുകൾ കൂടി പോകുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. എപ്പോഴാണ് മരിക്കുന്നത് അറിയാത്തത് കൊണ്ട് ഓരോ ദിവസവും ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അല്ലാഹുവേ എന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയാൽ നാളെ വടുതലക്കാര് കിതാബ് വാങ്ങി നോക്കാണ് പടച്ചോന്റെ ലോകത്ത്. ആ കിതാബ് നോക്കുമ്പോ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെയ്തു പോയ ചെറുത് വലുത് എന്ന കണക്കില്ലാത്ത സർവ്വതും ആ കിതാബിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് നോക്കുമ്പോ മനസ്സിന് വല്ലാത്ത സങ്കടം തോന്നുകയാണ്, പ്രയാസം തോന്നുകയാണ്. അല്ലാഹുവേ എന്റെ റമളാനിന്റെ നോമ്പ് എവിടെ, എന്റെ തറാവീഹ് നമസ്കാരം എവിടെ, ഞാൻ വടുതലയിൽ ചെയ്ത ചാരിറ്റികൾ എവിടെ? നോക്കുമ്പോ എന്തെങ്കിലും മറ്റൊരാള് കാണാൻ വേണ്ടിയാണ്, അവരറിയാൻ വേണ്ടിയാണ്, അവരെ കയ്യടി കിട്ടാൻ വേണ്ടിയാണ്, അവരെ സപ്പോർട്ടിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ചെയ്തവന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ ഓർഡർ വരുമെന്നാണ്. അതുകൊണ്ട് റിളവാനു ഖാസിനുഹാ والمصطفى جارها والرب باريها. ഒരു മഹാനായ എന്റെ ഒരു പ്രിയപ്പെട്ട ഉസ്താദ്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഒരു വീട് വെച്ചു. അപ്പൊ ഉസ്താദിനോട് വന്ന് പറഞ്ഞു, ഉസ്താദെ എന്റെ വീട്ടില് ബറക്കത്തിന് ഉസ്താദ് എന്തെങ്കിലും ഒന്ന് എഴുതി തരണം വെക്കാൻ വേണ്ടി. ഉസ്താദ് വലിയ പണ്ഡിതനാണ്, ശിഷ്യനും അതുപോലെ തന്നെ ഉസ്താദിന്റെ പൊരുത്തമുള്ള നല്ല പണ്ഡിതനായ ശിഷ്യനാണ്. അപ്പൊ വീട്ടിൽ വെക്കാൻ എന്തെങ്കിലും ബറക്കത്തിന് ഉസ്താദ് തരണം. അങ്ങനെ ചെന്ന് ചോദിക്കലുണ്ടല്ലോ ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഉസ്താദ് ഉടുത്തിരുന്ന തന്നെ വസ്ത്രം, മംഗലാപുരത്തെ ജബ്ബാർ മസ്താൻ എന്ന് അറിയപ്പെടുന്ന വലിയൊരു മഹാനുണ്ട്. അതേ ഒരിക്കൽ എന്റെ വീട്ടിൽ വന്നു.
അപ്പോ അവിടെയുള്ള ആളുകൾ ഡേറ്റ് ചോദിച്ചപ്പോൾ ഞാനൊരു നിബന്ധന വെച്ചു, ജബ്ബാർ മസ്താനെ വീട്ടിൽ കൊണ്ടുവന്ന ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ട് ജബ്ബാർ മസ്താനെ വണ്ടിക്കകത്ത് കയറ്റി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. വലിയ മഹാനാണ്. വീട്ടിൽ വന്നു. വീട്ടില് അടുക്കള സ്റ്റോർ റൂമിലൊക്കെ കയറി. പിന്നെ ഭക്ഷണം പാചകം ചെയ്യാനുള്ള അരിയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ സലാത്ത് ചെല്ലുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. നല്ല പ്രകാശാണ് മുഖത്ത്, വല്ലാത്ത പ്രകാശാണ്. അത്ഭുത മനുഷ്യനാണ്. എന്റെ മോന്റെ കവറിന്റെ അടുത്തൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്തു. പോകാൻ നേരത്തെ അദ്ദേഹം അവിടെ നിന്ന് ഇവിടം വരെ ധരിച്ചുകൊണ്ടുവന്ന വസ്ത്രം അഴിച്ചെടുത്തു, പൊതിഞ്ഞു വേറെ ഡ്രസ്സ് ധരിച്ചു. എന്നിട്ട് അത് എന്റെ അടുത്ത് തന്നു. അപ്പൊ കൂടെ വന്നവർ പറഞ്ഞു, അങ്ങനെ ആർക്കും കൊടുക്കലില്ല, വാക്കലില്ല, നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യാണ്. അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് വലിയ വലിയ പുണ്യം നേടിയ മഹത്തുക്കളാണ്. ഒന്നും അവരെന്ന് വേറെ നമുക്ക് കിട്ടാനില്ല. കിട്ടിയത് ഭാഗ്യാണ്, കിട്ടിയത് വലിയ സൗഭാഗ്യമാണ്. ചില ആളുകൾ അത്ര തരും, വലിയ വലിയ ആളുകളൊക്കെ. അപ്പൊ അത് നമുക്ക് ജീവിതത്തിൽ വലിയ ഗുണം ഉണ്ടാക്കി തരും. അതുപോലെ ഉസ്താദിനോട് ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എൻ്റെ ഉസ്താദിനെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ്, ഉസ്താദിനോട് ആവശ്യപ്പെടലാണ്, ഉസ്താദിനോട് ആലോചിക്കലാണ്. അത് ജീവിതത്തിൽ ഒരു വലിയ പൊരുത്തം ഉണ്ടാക്കി തരും. അപ്പൊ എന്ത് ചെയ്തു? ഈ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാനൊരു ബൈത്ത് പറഞ്ഞു തരാം, നിന്റെ ചുവരിൽ നീ എഴുതി വെച്ചോ. ഒരു ബൈത്ത് പറഞ്ഞു തരാം. അലി റളിയല്ലാഹു അൻഹു ചൊല്ലിയ ബൈത്താണ്. ആ ബൈത്ത് എഴുതി വെച്ചിട്ട് ആ പ്രിയപ്പെട്ട ശിഷ്യൻ എത്രയോ ദിവസങ്ങളോളം കരഞ്ഞുപോയി എന്നാണ് ആ സഹോദരന്റെ അനുജൻ എന്നെ വിളിച്ചു പറഞ്ഞതാണ്. ബാക്കവി ഇക്ക ഉസ്താദ് പറഞ്ഞു കൊടുത്ത ബൈത്ത് ചുവരിൽ എഴുതി വെച്ചിട്ട് കരച്ചിലോടെ കരച്ചിൽ തന്നെയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ബൈത്താണത്. വഅമൽ ലിദാരി ബഖാ റിദ്വാനു ഖാസിനുഹാ. റിദ്വാനെന്ന മലക്ക് കാവൽ നിൽക്കുന്ന, റിദ്വാനെന്ന മലക്ക് കാവൽ നിൽക്കുന്ന സ്വർഗമെന്ന് പറയുന്ന വീടിന് വേണ്ടി നീ അമൽ ചെയ്യണേ. ഈ വീടിനകത്ത് കിടക്കുമ്പോ നീ ഒന്നും മറന്നു പോവല്ലേ. വഅമൽ ലിദാരി ബഖാ റിദ്വാനു ഖാസിനുഹാ വൽ മുസ്തഫാ ജാറുഹാ. ആ വീടിന്റെ നിന്റെ അയൽവാസി അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വറബ്ബു ബാനിഹാ. ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് ആ വീടിന് വേണ്ടി പണിയെടുക്കാ. ഈ വീട്ടിൽ കിടന്നു മറന്നു പോവല്ലേ. സൗഭാഗ്യങ്ങൾ കുന്നുകൂടുമ്പോ, വലിയ കൊട്ടാരം ലഭിക്കുമ്പോ, ആഡംബരമുണ്ടാകുമ്പോ പതിയെ 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 അല്ലാഹനെ മറന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്നിവിടെ താമസിക്കാൻ എനിക്കൊരു വീട് റെഡിയാക്കി തന്നിരുന്നു, ഇന്നലെയും ഇന്നും താമസിക്കാൻ. അൽഹംദുലില്ലാഹ് ആ വീടിനകത്തൊരു മുസല്ലക്ക് വേണ്ടി എങ്ങോട്ടും പോകേണ്ടി വന്നില്ല. വൃത്തിയുള്ള ശുദ്ധിയുള്ള ഈമാനുള്ളവര് മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകള് താമസിക്കുന്ന വീടാണെന്ന് ആ വീടിനകത്ത് കിടക്കുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹുവേ അതിന്റെ പ്രവർത്തകർക്ക്, അതിന്റെ മുതലാളിമാർക്ക്, അതിന്റെ യജമാനന്മാർക്ക് വലിയ ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. നജീബനെ പോലെയുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്, ബാക്കവി ഉസ്താദ് വന്നാല് ഞാൻ എന്റെ വീട് കൊടുക്കാം, എന്റെ വാഹനം കൊടുക്കാം, എല്ലാത്തിനും തയ്യാറാണ്. അല്ലാഹുവേ ആ സ്നേഹം നിഷ്കളങ്കമായി നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തുന്ന സ്നേഹമാക്കി മാറ്റണേ റബ്ബേ. എന്റെ വടുതലക്കാരോട് പറയുന്നു, ദുനിയാവിൽ കിട്ടുന്ന സുഖം ഓരോന്നെടുക്കുമ്പോ ആഖിറത്തെ ഓർത്തുപോയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. ദുനിയാവിൽ വെള്ളം കുടിക്കാൻ കയ്യിലെടുക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നനാ നർജു ഇലാ കഅസി ഹൗലിക ലിൽ അത്താശ്. ആ സമയത്തെ ഹൗദുൽ കൗസറിനെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു ഓർത്തിട്ട് കരയുമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോ നാളെ നരകത്തിൽ തെമ്മാടികൾക്ക് കടിക്കാൻ കൊടുക്കുന്ന മുള്ളുള്ള ആഹാരത്തെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു ഓർക്കുമായിരുന്നു. നിസ്കാരത്തിന് വേണ്ടി വസ്ത്രം ധരിക്കുമ്പോ സ്വർഗീയ പുടവയെ കുറിച്ച്, കഫം തുണിയെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു ഓർക്കുമായിരുന്നു. കിടക്കാൻ വേണ്ടി വിരിപ്പിൽ ചെന്നാൽ പുഴുക്കൾ കൊത്തിവലിക്കുന്ന ഖബറിന്റെ ഭയാനകരമായ അവസ്ഥയെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ അതിശയത്തോടെ ചിന്തിക്കുമായിരുന്നു. ആ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത് വഅമൽ ലിദാരി ബഖാ.
എന്റെ വടുതലക്കാരാ, നിന്റെ വീട് അങ്ങനെയുള്ള വീടായിരിക്കണേ. നിന്റെ വീട് അല്ലാഹുവിന്റെ പൊരുത്തം ഓടിയെത്തുന്ന വീടായിരിക്കണേ. സുബഹി കഴിഞ്ഞ് ഖുർആൻ ഓതുന്ന ആ വീട്ടിൽ നിന്നാണ് നിന്റെ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് മറന്നുപോകല്ലേ. ആ വീട്ടിൽ നിന്നാണ് നിന്റെ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് മറന്നുപോകല്ലേ. സ്വർഗത്തിന്റെ വീടായാലാണ് സ്വർഗത്തിലേക്ക് നിനക്ക് പോകാൻ കഴിയുകയുള്ളൂ. മറന്നുപോവല്ലും. കള്ളുകുടിക്കുന്ന വീടാണെങ്കിൽ, എപ്പോഴും സീരിയൽ മാത്രം, സിനിമ മാത്രം നടക്കുന്ന വീടാണെങ്കിൽ, അന്യന്റെ വസാരം ഈപത്തും കുറ്റവും കുറവും പറയുന്ന വീടാണെങ്കിൽ, ആ വീട്ടിന്റെ അകത്തിരുന്ന് സ്വർഗത്തിലേക്കൊരു മയ്യത്തിന് പോകാൻ പറ്റൂല. സ്വർഗത്തിലേക്കൊരു മയ്യത്തിന് പോകാൻ പറ്റൂല. ഫാത്തിമ റളിയല്ലാഹു അൻഹ പുന്നാര ഹബീബിന്റെ വഫാത്തിന്റെ സമയത്ത് കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, ഈ വീട്ടിൽ നിന്നല്ലേ ഞാൻ പോകുന്നത്, ഇവിടെ നിന്നല്ലേ ഞാൻ പോകുന്നത്. ഒരു പാപം പുരണ്ടിട്ടില്ലാത്ത, കഷ്ടപ്പാടിന്റെ ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിൽ കിടന്ന് വിശപ്പനുഭവിച്ചു പോയ ഭവനമാണ്. അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വന്ന ഭവനമാണ്. ഈ ഭവനത്തിൽ നിന്നല്ലേ ഞാൻ പോകുന്നത്. വടുതലയിലുള്ള പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ആ വീട്ടിനകത്തൊരു ഹാഫിളുണ്ടോ? ആ വീട്ടിനകത്ത് ഹജ്ജ് ചെയ്തവരുണ്ടോ? ആ വീട്ടിനകത്ത് ഈമാനുള്ളവരുണ്ടോ? ആ വീട്ടിനകത്ത് തഹജ്ജുദ് മുടക്കാത്തവരുണ്ടോ? എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ വീട്ടിൽ നിന്നാണ് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുന്നത്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ കിടന്നു മരിക്കാൻ കുറിച്ച സഹാബികൾ എത്രയാണ്. കാരണം എന്താ? പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിൽ അതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണ്, കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഖൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ, അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ, പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിൽ അതു നിധിയാണേ, പടിവാതില് ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ അല്ലാഹു തൗഫീഖിന്റെ കിരീടം വെച്ചു കൊടുത്തവര് ആ വീട്ടിനകത്ത് കഴിഞ്ഞവരാണ്, ആ വീട്ടിനകത്ത് കരഞ്ഞവരാണ്, ആ വീട്ടിനകത്ത് തിരിഞ്ഞവരാണ്. നമ്മുടെ വീടോ കള്ളുകുപ്പി വീടിന്റെ ഫ്രിഡ്ജിലിരിക്കുമ്പോ, കള്ളുകുപ്പി വാപ്പാടെ റൂമിലിരിക്കുമ്പോ, ആ വീട്ടിൽ നിന്നൊരു മയ്യത്തിന് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് എന്റെ വടുതലക്കാരാ നീ ചിന്തിക്കുന്നുണ്ടോ? നീ ചിന്തിക്കുന്നുണ്ടോ? വ്യഭിചാരം നടന്ന വീടാണ്. ഭർത്താവിന്റെ കൂട്ടുകാരന് അടുക്കളയിലൂടെ ഫോൺ വിളിച്ച് വരുത്തിയിട്ട് പുതപ്പിന്റെ ചുവട്ടിൽ കേവലം ഒരു സെക്കൻഡിന് വേണ്ടിയിട്ട് ശാരീരിക ബന്ധത്തിന്റെ സുഖം നുകർന്ന പെണ്ണേ, വീടിന്റെ അകത്തിരുന്നിട്ട് ഒരു മയ്യത്തിന് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഒരു മയ്യത്തിന് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? സുബഹി ബാങ്ക് കേൾക്കുമ്പോ ആ വീട്ടിലുള്ളവർ മുഴുവനും അങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഒരാൾ അനങ്ങുന്നില്ല, ഒരാൾ എഴുന്നേക്കുന്നില്ല, ഒരാൾ വുളു എടുക്കുന്നില്ല, ഒരാൾ നിസ്കരിക്കുന്നില്ല. അങ്ങനെയുള്ള വീട്ടിന്റെ അകത്തിരുന്ന് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ? ആ വീട്ടിന്റെ അകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ ഇരിക്കുന്നുണ്ട്. അലമാരയിലും ഷോക്കേസിലും എത്ര കാലമാണ് ഒന്ന് തൊട്ടു നോക്കിയിട്ടില്ല, ഒന്ന് തൊട്ടു നോക്കിയിട്ടില്ല, ഒന്ന് നിവർത്തി നോക്കിയിട്ടില്ല. ആ ഖുർആനിന്റെ ശാപം പെയ്തിറങ്ങിയ വീട്ടിന്റെ
അകത്തിരുന്ന് ഏത് വാപ്പാക്കാണ് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നത്, ഏതുമ്മാക്കാണ് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നത്? ആ വീടിന്റെ പടിഞ്ഞാറേക്ക് തിരിയുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗം അല്ലാഹുവിനോട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഇവിടെ നിന്റെ കഅബയിലേക്ക് നോക്കാൻ ഒരു കുഞ്ഞില്ലാണ്ടായി പോയി റബ്ബേ. അതുകൊണ്ട് ആ വീട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തിരുന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ ആളുണ്ടാകൂ. ഇന്നലെ വരെ ഇബാദത്ത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ്. ഇനി ഒരു സിംഹം പോലെ ഒരു മടങ്ങി വരും അള്ളാഹുവിന്റെ ദീനിലേക്ക്. ഇനി എന്റെ ഇബാദത്ത് ഞാൻ മുടക്കൂല റബ്ബേ, ഒരു വഖത്ത് നിസ്കാരം പോലും മുടക്കൂല എന്ന് ശക്തമായി തീരുമാനിക്കണം. നിസ്കാരം ഇല്ലാതെ നമ്മൾ എത്ര വാള് വെച്ചിട്ടും എത്ര വാതിന് വേണ്ടി ഓടിയിട്ടും എത്ര പിരിവ് നടത്തിയിട്ടും എത്ര പിള്ളേരെ കെട്ടിച്ചിട്ടും ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. നിങ്ങളിനി തല ഒരു മുടി കാണാതെ പുറത്തിങ്ങനെ വെക്കാതെ അവസാന ദുആയിൽ പൊട്ടിക്കര ഞാമ്യം പറഞ്ഞിട്ടും ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എന്താ കാരണം? നിസ്കാരത്തിൽ അലംഭാവവും വീഴ്ചയും വരുത്തിയാൽ വലൗ സുഖിയ ബിഹാറു ദുനിയാ മാ റവാ മിൻ അത്തിശിഹി എന്ന് നബീന മുഹമ്മദ് മുസ്തഫ. മരിക്കാൻ കിടക്കണ സമയത്ത് നിസ്കാരമില്ലാത്ത ഉമ്മാടെ വാക്യകത്ത് മോട്ടർ വെച്ച് വെള്ളം വാക്യകത്തിട്ട് അടിച്ചു കൊടുത്താലും മാ റവാ മിൻ അത്തിശി, അവരുടെ ദാഹം തീരൂലെന്ന് നബീന മുഹമ്മദ് മുസ്തഫ. അത്രക്ക് അല്ലാഹു അവരെ അകറ്റിക്കളയുമെന്ന് ഈ വടതലയത്തെ പ്രഭാഷണം കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ശഅബാനിൽ തീരുമാനം എടുക്കണം. നിസ്കാരം നഷ്ടപ്പെട്ടവർ അള്ളാഹിനോട് അകന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ചെയ്ത നിഅമത്തിനെ കുറിച്ച് ഓർക്കുക. അള്ളാഹ് ഇതുവരെ നമ്മളെ നിസ്കരിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒരു പിടി പടച്ചും പിടിക്കും. അതിനു മുമ്പ് മടങ്ങണം. പിടിച്ചാൽ രക്ഷയില്ല. 1.5 വയസ്സായ കുഞ്ഞിന് എല്ലുപൊടിയുന്ന രോഗവും ഇന്നലെ RCCയിൽ കൊണ്ടുപോയ രോഗമൊക്കെ കൊടുത്തത് ആ കുഞ്ഞിന്റെ തെറ്റല്ല, അത് ആ മാതാപിതാക്കൾക്ക് ആ കുടുംബത്തിനൊരു ഗുണമായിട്ടല്ല ആ കുഞ്ഞിനെ പരീക്ഷിച്ചതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവേ, നീ എന്റെ ശരീരത്തിലെ അത്ഭുതങ്ങൾ എത്രയാണ് അത്ഭുതം. അപ്പൊ ഞാന് സുഖമില്ലാതെ ഒരു ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഡോക്ടർ പറയുന്നത്, എത്ര വർഷമായി പ്രസംഗം തുടങ്ങിയിട്ട്, എത്ര ദിവസമായി നിങ്ങൾ രാത്രി ഉറങ്ങിയിട്ട്, നിങ്ങളുടെ ഉറക്കത്തിന്റെ ക്രമം തെറ്റിയിട്ട് 20 വർഷത്തിലധികമായി. അവള് പരിശോധിച്ചിട്ട് പറയാം. അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തേഞ്ഞു തീരാനുള്ള കുറെ സാധനങ്ങളുണ്ട്. തൊണ്ട, നാവ്, നെഞ്ച്, കരള്, അതൊക്കെ കുറെയൊക്കെ തേഞ്ഞു തീർന്നിട്ടുണ്ട്. അത്ഭുതമാണ് നമ്മുടെ ശരീരം. അള്ളാഹു നമുക്ക് ചെയ്തതിന് തിരിച്ച് ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മാത്രം മതി. മഹാനായ അബുല്ലൈസു സമർക്കന്ദി റളിയല്ലാഹു അൻഹു നിന്ന് വെള്ളം കുടിക്കൂല എന്ന് മാത്രമല്ല, നിന്ന് വെള്ളം കുടിക്കുന്നവരെ കണ്ടാൽ അവിടെ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഇരുന്ന് കരയുമായിരുന്നു, പൊട്ടിക്കരയുമായിരുന്നു. അത്രക്ക് ആഹാരത്തിനോടും ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണപാനീയങ്ങളോടും ബഹുമാനമായിരുന്നു അദ്ദേഹത്തിന്. നമ്മുടെ മക്കളൊക്കെ ഇന്ന് കാണിക്കുന്ന, നമ്മുടെ കുടുംബത്തിലെ പൈസയുടെ നിഗളിപ്പ് കൊണ്ട് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ എത്രയാണ്, പറഞ്ഞാൽ തീരില്ല നമുക്ക്. അപ്പൊ അള്ളാഹു ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പിടിക്കാതെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. പോട്ടെ, കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും. അള്ളാഹ് ഒരിക്കലും നിങ്ങളോട് ചോദിക്കൂല, ഇത്രയും കാലം തെമ്മാടിത്തരം കാണിച്ചിട്ട് ഇപ്പോഴാണാടാ നീ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു വന്നിരിക്കുന്നതെന്ന് ചോദിക്കൂല. നമ്മളോട് നമ്മുടെ ഉസ്താദുമാര് ചോദിക്കും, അധ്യാപകർ ചോദിക്കും, വാപ്പ ചോദിക്കും, ഉമ്മ ചോദിക്കും, ഭാര്യ ചോദിക്കും, ഭർത്താവ് ചോദിക്കും, മക്കൾ ചോദിക്കും, മാതാപിതാക്കൾ ചോദിക്കും. ഇത്രയും കാലം അവൻ പോക്രത്തരം കാണിച്ചിട്ട് ഇപ്പൊ കയറി വന്നിരിക്കുന്നു, ഇറങ്ങി ചെയ്താനെ എന്ന് പറയും വാപ്പ. അള്ളാഹ് അങ്ങനെ പറയൂല. ഇത്രയും കാലം നിങ്ങൾ ചെയ്ത മുഴുവൻ തെമ്മാടിത്തരത്തിനും ഒരു ദിവസം നിങ്ങൾ കരഞ്ഞു ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നാൽ ഇത്രയും കാലം നീ വരാത്തതെന്തെന്ന് അള്ളാഹ് ചോദിക്കൂല. അള്ളാഹുവിന് വലിയ സന്തോഷാവും. അള്ളാഹ് പറയാണ്, ഞാൻ നിനക്ക് പുറത്തു തരാം, നിന്റെ തെറ്റുകളെ ഞാൻ നിനക്ക് പുറത്തു തരാം, നിന്റെ പാപങ്ങളെ പുറത്തു തരാം, നിന്റെ സങ്കടങ്ങളെ മാറ്റിത്തരാം. ഇനി നീ എന്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് അള്ളാഹു പറയും. അള്ളാഹുവേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. അള്ളാഹ് ചോദിക്കൂല, ഇത്രയും കാലം നീ എന്തേ വരാത്തത്, ചോദിക്കൂല. ഇന്ന് നീ പറയുന്നത് മതി എനിക്ക്, പക്ഷെ ഇനി അങ്ങോട്ട് എന്റെ കൂടെ ജീവിക്കണം എന്ന് അള്ളാഹ് പറയും. അതിനുള്ള സുവർണാവസരമാണ് ഈ ശഅബാൻ, അതിനുള്ള സുവർണാവസരമാണ് ഈ റമദാൻ. ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ പറയണം, നമുക്ക് ഇനി ഒരു റമദാൻ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, ഇനി ഒരു ശഅബാൻ നമുക്ക് ഉണ്ടാകണമെന്നില്ല. ഇവിടെ ഈ പ്രോഗ്രാം നടത്തുന്ന സംഘാടകയിൽപ്പെട്ട ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, രാത്രിയാകും തോറും മനസ്സിൽ സങ്കടം വരികയാണ്, ഈ അത് കഴിയാൻ പോവല്ലേ. കുറെ നാളുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്ന ഒരു പ്രോഗ്രാമിന്റെ സമാപനാണ്, സഹിക്കാൻ പറ്റണില്ല ഉസ്താദേ.
പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോവാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന അവസാനത്തെ ശഅബാനാണെങ്കിലോ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു ബറാഅത്ത് രാവും ഇങ്ങനെ ഒരു റമദാനും കിട്ടിയില്ലെങ്കിലോ, അങ്ങനെ ചിന്തിച്ചിട്ട് ഇതിനെ ശരിക്കും ഉപയോഗപ്പെടുത്തി. തെറ്റ് സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷെ അള്ളാഹു അതിനെ നിങ്ങളെ കുറ്റപ്പെടുത്തിയില്ല. അള്ളാഹുവിന് വിഷമമുള്ളത് ഇത്രയും തെറ്റ് ചെയ്തിട്ടും ഞാൻ പുറത്തു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കാതെ എന്റെ ആഹാരവും കഴിച്ച് ഞാൻ കൊടുത്ത സുഖവും പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും പോവാണല്ലോ തെറ്റിലേക്ക്. ഈ സ്നേഹമുള്ള പടച്ചവൻ പിന്നീട് തിരിച്ച് ഒരു പിടി പിടിച്ചാൽ അത് ഫിർഔനെ പിടിച്ചതുപോലെയാണ്, പിന്നെ വിടൂല. ഫിർഔൻ പറഞ്ഞല്ലോ, മൂസ ആമന്തു ബിറബ്ബി, ഞാൻ മൂസാ നിന്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കാം എന്ന് ഫിർഔൻ പറഞ്ഞപ്പോ മൂസാ നബി പാവം അല്ലാഹുവോട് പറഞ്ഞു, റബ്ബേ, ഫിർഔനല്ലേ കുറെ ഉപദ്രവിച്ചെങ്കിൽ അവസാനം പറഞ്ഞു പടച്ചോനെ. അല്ലാഹു പറഞ്ഞു, വേണ്ട മൂസ, ടൈം കഴിഞ്ഞു, ഇനി എനിക്ക് അവന്റെ കരച്ചിൽ കാണണ്ട. അതുകൊണ്ട് കരഞ്ഞോ, അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞോ. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചൊല്ലിയിട്ടുണ്ട്. മഹാന്മാര് മുഴുവനും ചൊല്ലിയിട്ടുണ്ട്, പടച്ചോനെ നിന്റെ സ്വർഗത്തിന് ഞാൻ യോഗ്യനല്ല, എന്റെ പാപം പൊറുക്കണേ, എന്റെ വടുതലക്കാരാ, നിങ്ങൾക്ക് ഒറ്റക്ക് പറയാൻ കഴിയണം. ബാക്കി ദുആ ചെയ്യുമ്പോ കൂടാമീൻ പറയുന്നതല്ല സ്വീകരിക്കും, ശരിയാ. പക്ഷേ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ പറയേണ്ടത് ഒറ്റക്ക് അല്ലാഹുവിനോട്. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് മുസല്ല വിരിച്ചിട്ട് കരയണേ മോളെ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം കരഞ്ഞു പോയത് ശഅബാൻ മാസത്തിലാ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പുന്നാര ഹബീബിന്റെ കണ്ണീര് കൊണ്ട് സുജൂദ് ചെയ്യുന്ന മണ്ണ് പോലും ഒഴുകി വരുമോ എന്ന് ഞാൻ ഭയന്നു പോയി എന്നാണ്. അത് വെറുതെ പ്രാശത്തിന്റെ ബാബുകത്തിന് വേണ്ടി പറഞ്ഞതല്ല. ആ ശഅബാൻ മാസത്തിൽ വന്ന വടുതലക്കാരാ, ഒറ്റയ്ക്ക് കരയണേ. ഭാര്യ കരയുന്നത് ഭർത്താവ് അറിയണ്ട, ഭർത്താവ് കരയുന്നത് ഭാര്യ അറിയണ്ട. മുസല്ല വിരിച്ചിട്ട് അല്ലാഹുവിനോട് പറയണം, പടച്ചോനെ എനിക്ക് നീ തന്ന അനുഗ്രഹങ്ങൾ അത്ര വലുതാണല്ലോ. ഈ വടതലയിൽ കാലില്ലാത്തവരുണ്ട്, കൈയില്ലാത്തവരുണ്ട്, കണ്ണില്ലാത്തവരുണ്ട്, കാലില്ലാത്തവരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോ ഞാനെത്രയോ അനുഗ്രഹങ്ങളുടെ ഉടമയാണ്, ഞാനെത്രയോ നിഅമത്തുകളുടെ ഉടമസ്ഥനാണ്. റബ്ബേ എനിക്ക് മാപ്പാക്കി തരണേ പടച്ചോനെ എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് കരമുയർത്തി പൊട്ടി 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 കരഞ്ഞു ദുആ ചെയ്യണേ. റമളാന്റെ ഒരു ദിവസം പോലും മുടക്കല്ലേ, എന്നും കരയണേ, എന്നും കരയണേ. നോമ്പ് തുറക്കാൻ വേണ്ടി കാരക്ക എടുത്ത് കയ്യിൽ വെക്കുമ്പോ സിറിയ ഓർമ്മ വരണേ, ഫലസ്തീൻ ഓർമ്മ വരണേ. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂകമ്പം കൊണ്ട് ഭൂമി കുലുക്കം കൊണ്ട് തകർത്ത് കളഞ്ഞ തുർക്കി ഓർമ്മ വരണേ. 17 കൊട്ടാരങ്ങളുടെ ഉടമയായിരുന്ന ഒരു മനുഷ്യനെ തുർക്കിയിൽ 15 മിനിറ്റ് കൊണ്ട് ആരുമില്ലാത്തവനാക്കി കളഞ്ഞ അല്ലാഹ്, ആരുമില്ലാത്തവനാക്കി കളഞ്ഞ അല്ലാഹ്. 17 കൊട്ടാരമുണ്ടായിരുന്നു തുർക്കിയില്. വീടല്ല കൊട്ടാരം 17 എന്നിട്ട് 15 മിനിറ്റ് കൊണ്ട് ആ മനുഷ്യനെ അല്ലാഹു ആരുമല്ലാത്തവനാക്കി. ഒടുവിൽ ആ മനുഷ്യന് മണ്ണിനടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഒരു വലിയ റൊട്ടി കഷണം കയ്യിൽ കിട്ടിയപ്പോ അയാൾ പറഞ്ഞതെന്തെന്നറിയോ? അൽഹംദുലില്ലാഹ്, 20 കൊട്ടാരം തിരിച്ചു കിട്ടിയ സന്തോഷം ഒരു റൊട്ടി കഷണത്തിലൂടെ ആ മനുഷ്യന് കിട്ടിപ്പോയെങ്കിൽ നോമ്പ് തുറക്കാൻ വേണ്ടി നോമ്പ് തുറയുടെ വടുതലയിലെ വിഭവങ്ങൾ നിരത്തി വെക്കുമ്പോ തുർക്കിയെ മറക്കല്ലേ, സിറിയയെ മറക്കല്ലേ. ഇന്നത്തെ രാത്രിയിൽ പോലും ഫലസ്തീനിന്റെ തിരുവോരങ്ങള് ഒരു കാരക്ക പോലും കിട്ടാതെ പട്ടിണി കിടക്കുന്ന അനാഥ മക്കളെ മറക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് ഓരോന്നോരോന്നോരോന്ന് തുറന്നു തരുമ്പോ, കച്ചവടത്തിന്റെ വിജയം തരുമ്പോ, ഭക്ഷണത്തിന് വിശാലത തരുമ്പോ, മക്കൾക്ക് അഭിവൃദ്ധി തരുമ്പോ, ശരീരത്തിന് ആഫിയത്ത് തരുമ്പോ, ഇതിന്റെ പിന്നിൽ പടച്ചവന് വലിയ ഒരു രഹസ്യമായ ലക്ഷ്യമുണ്ടെന്ന്
ഒന്ന് മറന്നു പോവല്ലേ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നന്ദി കാണിക്കാനുള്ള മാസമായി ഈ മാസങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കണേ. ഒരു മഹാനുഭാവന്റെ അടുത്ത് ഖാബിദ് അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വന്നപ്പോ ആ മഹാൻ ചോദിക്കുകയാണ് അസ്റായീലിനോട്, എവിടായിരുന്നു ഇത്രയും കാലം? 20 വർഷം കൊണ്ട് ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് അസ്റായീലേ. എവിടായിരുന്നു ഇത്രയും കാലം? 20 വർഷം കൊണ്ട് ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് ആ മഹാൻ അസ്റായീലിനോട് പറയാം. എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒക്കെ അള്ളാഹു കൊടുത്തു.